നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടെലഗ്രാം ചാനലുകളിൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ജിഫ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാകും. ആ ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ ഫോട്ടോയുടെ അടിയിൽ ഒരുപാട് ബട്ടൺസ് ആയിട്ട് ഉണ്ടാവും. ആ ഓരോ ബട്ടൺസിനകത്ത് നമുക്കിപ്പോൾ ഗ്രൂപ്പിലൊക്കെ ഫിൽറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഫിൽറ്റർ ബോട്ടുകൾ വെച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഗ്രൂപ്പ് ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിൽറ്റർ ബോട്ടുകൾ വെച്ച് നമുക്ക് ഒരിക്കലും ചാനൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിൽ ചാനലുകൾ നമ്മൾ അങ്ങനെ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നു. ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സംഭവങ്ങൾ നമ്മൾ ടെലഗ്രാം ചാനലുകളിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ് സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വഴികളുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ലൈക്ക് ഡിസ്ലൈക്ക് ബട്ടണൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സംഭവം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ചെയ്യുന്ന നാളത്തെ വീഡിയോ പറയാം. ഇന്ന് ചെയ്യാൻ വേണ്ടി പോകും ജസ്റ്റ് ഒരു ബട്ടൺസ് മാത്രം വെക്കാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റേതിന് അല്ലാതെ ഈ ഒരു സംഭവം ഏതൊരു ചാനലിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാമിലുള്ള നിങ്ങളുടെ ഓണർഷിപ്പിലുള്ള ഏതൊരു ചാനലിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതൊരു ഇൻലൈൻ ബോട്ടാണ്. ഇൻലൈനായിട്ട് തന്നെ ഏത് പോസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഏതൊരു ലിങ്ക് അവിടെ കൊടുക്കാം, എങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഏതൊരു ചാനലിലും കൊടുക്കാം. ഇൻലൈനാണ്, വളരെ സിമ്പിളായിട്ടൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു നഷ്റ ബോട്ട് മേക്കർ എന്ന് പറയുന്നൊരു ബോട്ടാണ്. ഇപ്പോൾ ഒരു ബോട്ടിൻ്റെ ഇതാണ് അതിൻ്റെ പേര്, നഷ്റ ബോട്ട് മേക്കർ എന്നാണ്. അതാണ് അതിൻ്റെ ഫോട്ടോ. ഇതിൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത് @NASHRABOT നഷ്റ ബോട്ട് എന്നാണ് ഈ ഒരു ബോട്ടിൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബോട്ട് നിങ്ങൾ ടെലഗ്രാമിൽ നിന്ന് സേവ് ചെയ്തെടുക്കാം. വന്നതിന് ശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ ബട്ടണായിട്ട് വന്നിട്ടുണ്ട് ക്രിയേറ്റ് എ ബോട്ട് എന്ന് പറഞ്ഞു. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ ബോട്ട് ബോട്ട് ഫാദറിൽ പോയിട്ട്. അപ്പോൾ നമ്മളിതിൽ പുറകോട്ട് പോയതിന് ശേഷം നേരെ ബോട്ട് ഫാദർ, ഇത് വെരിഫൈഡ് ആയിട്ടുള്ള ബോട്ടാണ്. ഈ ബോട്ട് ഫാദർ സെലക്ട് ചെയ്യുക. ബോട്ട് ഫാദർ എന്നാണ് എൻ്റെ യൂസർ നെയിം. ആ ഒരു ബോട്ട് ഫാദർ എടുത്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. അങ്ങനെ സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ന്യൂ ബോട്ട് എന്ന് പറഞ്ഞ ആ ഒരു കോഡ് ഇവിടെ കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു പുതിയ ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു ബോട്ടിന് പുതിയൊരു പേര് വേണം. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും പേര് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബട്ടൺ മേക്കറാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ ബട്ടൺ മേക്കർ എന്ന് പേര് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഒരു യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു യൂസർ നെയിം കൊടുക്കും. NB ബട്ടൺ മേക്കർ ബോട്ട്. ഏറ്റവും അവസാനം ബോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് മറക്കരുത്. ഏറ്റവും അവസാനം ബോട്ട് എന്നുള്ള നിർബന്ധമാണ്. അങ്ങനെ കൊടുത്തതിന് ശേഷം ആ പേര് വേറെ ആർക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇവിടെ യൂസ് ദിസ് ടോക്കൺ ടു ആക്സസ് ദ HTTP API എന്ന് പറയുന്ന ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ആ ഒരു കോഡ് മനസ്സിലാകാത്ത ഒന്നുകൂടെ കാണുക. ഇതാണ് അതിൻ്റെ കോഡെന്ന് പറയുന്നത്. ഇത്രയും ഭാഗമാണ് എൻ്റെ കോഡ്. അത്രയും ഭാഗം കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും നഷ്റ ബോട്ട് മേക്കർ എന്ന് പറഞ്ഞ ബോട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ ഒരു നമ്പർ പേസ്റ്റ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യാം. അപ്പോൾ അവർ കുറച്ച് നേരം ഒന്ന് ആ ഒരു സംഭവം ലോഡാകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റിംഗ് എന്ന് കാണിച്ചിട്ടുണ്ട്. യുവർ ബോട്ട് NB ബട്ടൺ മേക്കർ ബോട്ട് ഹാസ് ബീൻ ആഡഡ് എന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബോട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഒരു ബോട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലാണ് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ബോട്ട് ഫാദറിലേക്ക് പോയി ചെയ്ത് കൊള്ളുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ പോസ്റ്റ് വർക്ക് ആവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഇപ്പോൾ ഈ ഒരു ബോട്ട് എന്ന് പറയുന്നത് ഇൻലൈൻ മോഡാകുന്നതിന് ഉറപ്പാക്കുക. മൈ ബോട്ട്സ് കൊടുത്തതിന് ശേഷം നമ്മുടെ NB ബട്ടൺ മേക്കർ ബോട്ട് എടുക്കാം. അതിനുശേഷം ബോട്ട് സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഇൻലൈൻ മോഡ് എന്നുള്ളത് ഇപ്പോൾ അത് ഓൺ ആക്കി ഇടുക. അപ്പോൾ ഇൻലൈൻ മോഡ് ഇപ്പോൾ ആ ഒരു ബോട്ടിൻ്റെ ഓൺ ആണ്. അപ്പോൾ ആ ഒരു ഇൻലൈൻ മോഡ് ഓൺ ആക്കി ഇടുന്ന കാര്യം മറക്കരുത്. കാരണം ഇതൊരു ഇൻലൈൻ ബോട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ബോട്ട് എടുക്കാം. അതിനുശേഷം നമ്മുടെ ബോട്ട് ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് എ പോസ്റ്റ് എന്നാണ്. ക്രിയേറ്റ് പോസ്റ്റ് എന്നാണ് പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. എഡിറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്ത് വെച്ചൊരു പോസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൗ ടു യൂസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പാണ്. അതുപോലെ തന്നെ ഇവിടെ താഴെയുള്ള സംഭവം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ക്രിയേറ്റ് യുവർ ഓൺ ബോട്ട്. ഈ ഒരു ബോട്ട് കാണുന്ന വേറെ ഏതൊരാൾക്കും വേറൊരു ബോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി ഇവിടെ ക്രിയേറ്റ് എ പോസ്റ്റ് എന്നുള്ളത് കൊടുക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഹെഡിങ് ആയിട്ട് എന്താണ് വരേണ്ടത് എന്നുള്ള കൊടുക്കുക. അത് എന്തിൻ്റെ താഴെയാണ് ഈ ബട്ടൺസ് എല്ലാം വരേണ്ടത് എന്നുള്ളത് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യാം. എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം ആ ഒരു ഫോട്ടോ അങ്ങോട്ട് സെൻഡ് ചെയ്യാം. അങ്ങനെ സെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ബട്ടൺസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ബട്ടൺ ആഡ് ചെയ്യാം. അതിനുശേഷം സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ എന്നുള്ളത് ആദ്യം ടെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മളുടെ URL ചോദിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ URL സെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബട്ടൺ അവിടെ ആഡായി.
ഇനി വേണമെങ്കിൽ നമുക്കതിൻ്റെ ഒരേ ലൈനിൽ തന്നെ ആഡാക്കണമെങ്കിൽ ഈ പ്ലസിൽ ക്ലിക്ക് ചെയ്യാം. അത് അതിന് താഴെയുള്ള ലൈനിലാണ് വരണമെങ്കിൽ താഴെയുള്ള പ്ലസിൽ ക്ലിക്ക് ചെയ്യാം. എനിക്കിപ്പോൾ താഴെയുള്ള പ്ലസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ താഴെയുള്ള പ്ലസിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും എന്താണ് ടെക്സ്റ്റ്, അവിടെ കൊടുക്കേണ്ട ടെക്സ്റ്റ് എന്താണെന്നുള്ളത് കൊടുക്കുക. നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് കൊടുത്തു. നമുക്കിവിടെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇമോജികളോ അങ്ങനെ എന്തും കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് കൊടുത്തതിന് ശേഷം സെൻഡ് ചെയ്തു. ഇനി അവിടെ കൊടുക്കേണ്ട ആ ഒരു ലിങ്ക് എന്താണ് എന്നുള്ളത് കൊടുക്കുക. ആ ഒരു ലിങ്ക് അവിടെ കൊടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബട്ടൺ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ബട്ടൺ കൊടുക്കാം, അല്ലെങ്കിൽ താഴെ ബട്ടൺ കൊടുക്കാം, ഇവിടെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തന്നെ വന്നുകൊണ്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് യൂട്യൂബ് എന്ന് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഒരു ഇമോജി കിട്ടും. അതൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു ഇമോജിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അതിൽ നിങ്ങൾക്ക് വിഷയമുള്ള കേസെല്ലാം ഇമോജി കൊടുത്തതിന് ശേഷം ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാനിവിടെ കൊടുത്തു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ബോട്ട് ആയി. നിങ്ങൾക്കിപ്പോൾ ഇത്രയും ബട്ടൺ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഡൺ എന്ന് കൊടുക്കാം. ഇനിയും ബട്ടൺ ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ആഡ് ചെയ്തപ്പോൾ തന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. പ്രിവ്യൂ ആണെങ്കിൽ പ്രിവ്യൂ കൊടുക്കാം, ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം. എഡിറ്റ് കണ്ടന്റ് കൊടുത്താൽ വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ തന്നെ ഒന്നും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണോ എന്നുള്ളത് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ നോ കൊടുക്കുകയാണ്, എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഡൺ എന്ന് കൊടുക്കാം. ഡൺ എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പോസ്റ്റ് ഹാസ് ബീൻ സേവ്ഡ്, യുവർ പോസ്റ്റ് നമ്പർ ഈസ് 1. ഓക്കെ, ഇൻലൈൻ മോഡായിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്റ് എവിടെ വേണമെങ്കിലും ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇടണമെങ്കിൽ നമുക്കിത് ഇൻലൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ ആ ഒരു സംഭവം കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ചാനലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചാനലിലേക്ക് എടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ കീബോർഡ് എടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ആ ഒരു സംഭവം ഇവിടെ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 1 എന്നുള്ള സംഭവം ഇവിടെ കൊടുക്കണം. ഇപ്പോൾ ഇതാണ് ഇൻലൈൻ മോഡായിട്ട് ബോട്ട് വർക്കാവുന്നത്. ഇപ്പോൾ നമ്മൾ ഒരെണ്ണമാണ് ചെയ്തത്. നമ്മൾക്ക് ഇതുപോലെ 10 100 എത്ര വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 15ാമത്തെ എടുക്കണമെങ്കിൽ 15 എന്നുള്ള കൊടുക്കുക. നമുക്കിപ്പോൾ 15 ഇല്ലാത്തത് കൊണ്ട് തന്നെ 1 ഉള്ളതുകൊണ്ട് തന്നെ 1 ഉള്ളത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഫോട്ടോയിൽ ഒന്ന് ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോയോ ജിഫോ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അത് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ചാനലിലേക്ക് ഈ ഒരു മോഡലിൽ നമ്മുടെ ആ ഒരു ബട്ടൺ അവിടെ പേസ്റ്റ് ആകുന്നതായിരിക്കും. ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനലിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്, ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ആ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞ ആ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു ബോട്ട് എന്നും കാണാനായിട്ട് സാധിക്കും. ഇൻലൈനായിട്ടൊരു ഈ ഒരു ബോട്ട് വർക്ക് ആകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബോട്ട് സേവ് ആകുന്നത്. വീണ്ടും ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് അനദർ പോസ്റ്റ് എന്ന് കൊടുക്കുക. വീണ്ടും ഹോമിലേക്ക് പോകണമെങ്കിൽ ബാക്കി കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ ഹോമിലേക്ക് പോകും. വീണ്ടും ക്രിയേറ്റ് പോസ്റ്റ് കൊടുക്കുക. വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് പോസ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് പോസ്റ്റാണ്, എത്രാമത്തെ നമ്പറിൻ്റെ പോസ്റ്റാണ് എഡിറ്റ് ചെയ്യേണ്ടത്, ആ ഒരു പോസ്റ്റ് നമ്പർ കൊടുക്കാം, സെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഇതുപോലെ തന്നെ പിന്നെയും കയറി വരും, പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻലൈനായിട്ട് എല്ലാ ചാനലിലും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ടെലഗ്രാമിൻ്റെ ചാനൽ പോസ്റ്റ് ബട്ടൺ ബോട്ട് മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.